പത്തനംതിട്ടയിലെ അപകട മരണത്തിൽ ഞെട്ടലോടെ നിഖിലിന്റെയും മത്തായി ഈപ്പന്റെയും ബന്ധുക്കളും നാട്ടുകാരും. വിവാഹ ആഘോഷങ്ങൾ അവസാനിക്കും മുമ്പേയുള്ള ദുരന്തം നാട്ടുകാർക്ക് വലിയ ആഘാതമാണ് ഉണ്ടാക്കിയത്. ദുഃഖാർദ്ര ദിനമായി നാട്ടുകാർക്ക് ഇന്നേ ദിനം. ഇപ്പോൾ ഈ രണ്ട് കുടുംബം നമുക്കറിയാവുന്നതാ. ഇത് മകൻ്റെ വിവാഹം നടന്നല്ലോ. മോൻ്റെ ഫാദറാണ് ഇവിടെ ഉള്ളത്. ഫാദർ അവരുടെ കുടുംബമാണ്. പറയാനൊന്നും കിട്ടുന്നില്ല. നമ്മൾ അത്ര സ്നേഹത്തിൽ കഴിഞ്ഞേ വരാം. എല്ലാം നല്ല നല്ല മനുഷ്യർ, ആൾക്കാരുമായിട്ടുള്ള നല്ല ഇടപെടലും നല്ല ആൾക്കാരുമായിരുന്നു. വിവാഹത്തിലെല്ലാം പങ്കെടുത്ത പിന്നെ നമ്മുടെ പിള്ളേരാണ് രണ്ടുപേരും. നല്ല സന്തോഷത്തിരിക്കുന്ന കുഞ്ഞുങ്ങൾക്കൊരു 15 ദിവസം ഞാൻ സന്തോഷം പങ്കിടാൻ പറ്റുകയുള്ളൂ. നല്ലൊരു കുടുംബം, നല്ലൊരു കുഞ്ഞുങ്ങളും, എന്ത് പറയണമെന്ന് അറിയത്തില്ല, എങ്ങനെ സമാധാനിപ്പിക്കണമെന്നും അറിയത്തില്ല, എന്തിന് വാക്കുകളില്ല, എന്ത് പറയണമെന്നുള്ളത്. അവർ 8 വർഷം പ്രണയിച്ച് നല്ല കുഞ്ഞുങ്ങൾ, നല്ല പള്ളിയിലും എല്ലാം ആക്റ്റീവായിരുന്നു. നമ്മൾ അന്നേരം പള്ളി കൊയറിലും മെമ്പറും, 2 പേരും കൊയറിലും അതുപോലെ എല്ലാം നല്ല കുഞ്ഞുങ്ങളായിരുന്നു. ആക്റ്റീവ് മെമ്പേഴ്സായിരുന്നു 2 പേരും എല്ലാം. പക്ഷേ ഒരു മാസം ആയില്ല, എൻ്റെ കടയ്ക്കകത്തോട്ട് പിക്കപ്പ് ഇടിച്ച് കയറി എൻ്റെ കടയ്ക്കകത്ത്. അത് കഴിഞ്ഞ് അതിൻ്റെ 2 മാസം മുമ്പാണ് എൻ്റെ ഹോണ്ട സിറ്റി പുതിയ വണ്ടി ഈ സൈഡിൽ പാർക്ക് ചെയ്തിരുന്ന ഒരു തിരുവനന്തപുരത്ത് പോലീസ് വണ്ടി വന്നിട്ട് ഇടിച്ച് പറിച്ച് കംപ്ലീറ്റ് ടോട്ടൽ ലോസാക്കി. മഴ പെയ്യുമ്പോൾ സ്ലിപ്പ് ചെയ്യുക. എല്ലായിടത്തും പറഞ്ഞു ഒരു പ്രയോജനമില്ല. ഒരു 300 പേര് ഞാൻ ഒപ്പിടിച്ച് 300 പേര് ചേർന്ന് പരാതി കൊടുത്തിട്ട് പഞ്ചായത്തിൽ കൊടുത്തു. അപ്പോൾ കൂടുതൽ എസ് ഐ പറഞ്ഞത് നിങ്ങൾ കംപ്ലൈൻറ്റ് എഴുതി പഞ്ചായത്തിൽ കൊടുക്കുക. പഞ്ചായത്ത് ലെറ്റർ ഞങ്ങൾക്ക് ഫോർവേഡ് ചെയ്യും. അന്ന് ഞാൻ 2 ദിവസം കൊണ്ടുപോയി മൊത്തം 300 പേരുടെ സൈനിൽ കൊണ്ട് കൊടുത്തു. ഒരു പ്രയോജനമില്ല. അപ്പോൾ മാസം 4 ആയി. ഒന്നും നടക്കാൻ പോകുന്നില്ലത്. ഒരു മനുഷ്യരുടെ ഉത്തരവാദിത്വമില്ല. എല്ലാം കളയും.